കേരളത്തിലിപ്പോ എന്താ നടക്കാൻ പോകുന്നതെന്നറിയോ? ഒരു വശത്ത് സർക്കാരും മറുവശത്ത് ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരും തമ്മിൽ ഒരു വലിയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാ. വരും മാസങ്ങളിൽ ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ പിടിച്ചുലച്ചേക്കാവുന്ന ഈ സംഘർഷത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതൊരു ചെറിയ പ്രതിഷേധമൊന്നുമല്ലട്ടോ. യൂണിയൻ നേതാക്കൾ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സമര തിരമാല തന്നെ വരുന്നുണ്ടെന്നാണ്. പല സംഘടനകളും ഒരുമിച്ച് സർക്കാരിന് വലിയ ഒരു തലവേദനയാകാൻ പോകുന്ന ഒരു മുന്നേറ്റം. അപ്പോ എന്തായിരിക്കും കാരണം? എന്തിനാണ് ഇത്ര വലിയൊരു സമരത്തിലേക്ക് ജീവനക്കാര് പോകുന്നത്? ഈ പറയുന്ന തിരമാലയുടെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിന്റെ കാതലിലേക്ക് വരാം. ഇതൊരൊറ്റ പ്രശ്നമല്ല, പല പല കാര്യങ്ങളിലാണ് ജീവനക്കാർക്ക് പരാതിയുള്ളത്. എന്തൊക്കെയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് നോക്കാമല്ലേ? ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആവശ്യം ഇതാണ്: ക്ഷാമബത്ത കുടിശ്ശിക, അതായത് DA അറിയേഴ്സ്. സംഭവം സിമ്പിളാണ്. വിലക്കയറ്റം കൂടുമ്പോൾ ശമ്പളവും കൂടണമല്ലോ. ആ പൈസ സർക്കാർ കൊടുക്കാതെ പിടിച്ചുവെച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങളെ ചതിക്കുന്നതിന് തുല്യമാണ് എന്നാണ് യൂണിയനുകൾ ഉറപ്പിച്ചു പറയുന്നത്. രണ്ടാമത്തെ വലിയ തലവേദന പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ്. യൂണിയനുകൾക്ക് ഇത് വേണ്ട, ഇത് പിൻവലിക്കണം. സർക്കാർ പറയുന്നു, ശരി, ഞങ്ങൾ പകരം ഒരു അഷ്വേർഡ് പെൻഷൻ തരാം എന്ന്. പക്ഷേ എന്താണ് ഈ അഷ്വേർഡ് പെൻഷൻ എന്ന് ആർക്കും ഒരു പിടിയുമില്ല. ആ ഒരു കൺഫ്യൂഷൻ ആളുകൾക്കിടയിൽ വലിയ പേടിയുണ്ടാക്കുന്നുണ്ട്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, വേറെയുമുണ്ട് ആവശ്യങ്ങൾ. ലീവ് സറണ്ടർ തിരികെ കൊണ്ടുവരണം, മെഡിസപ്പിൽ മാറ്റങ്ങൾ വേണം, ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ ഒരു വ്യക്തത വേണം. അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോവുകയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രശ്നം എത്രത്തോളം വലുതാണെന്ന്. അപ്പോ ആരൊക്കെയാണ് ഈ ആവശ്യങ്ങളുമായിട്ട് രംഗത്തുള്ളത്? ഒന്നോ രണ്ടോ സംഘടനകളല്ല. രാഷ്ട്രീയം നോക്കാതെ ഒരു വലിയ യൂണിയൻ കൂട്ടായ്മ തന്നെയാണ് സർക്കാരിനെതിരെ നിൽക്കുന്നത്. ഇവിടെയാണ് ശരിക്കും കളി മാറുന്നത്. പ്രതിപക്ഷ യൂണിയനുകൾ മാത്രമല്ല സമരത്തിലുള്ളത്. ഭരണപക്ഷത്തുള്ള CPIയുടെയും BMSന്റെയും ഒക്കെ യൂണിയനുകൾ വരെ ഈ സമരത്തിന്റെ ഭാഗമാണ്. ഇത് സർക്കാരിന്റെ മുകളിലുള്ള പ്രഷർ ഡബിളാക്കും, ഉറപ്പാണ്. ഈയൊരു സാഹചര്യത്തിൽ എല്ലാവരുടെയും കണ്ണ് ഒരൊറ്റ കാര്യത്തിലേക്കാണ്. സർക്കാരായാലും ജീവനക്കാരായാലും കാത്തിരിക്കുന്നത് വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിനു വേണ്ടിയാണ്. ഒരുപക്ഷേ എല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ആ ബജറ്റായിരിക്കും. ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്കൊന്നും പണമില്ല എന്ന് പറയുമ്പോഴും ഈ അടുത്താണ് അങ്കണവാടി പ്രവർത്തകർക്ക് 2000 രൂപയുടെ ശമ്പള വർധനവ് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായും ചോദ്യങ്ങൾ വരും, സർക്കാരിന്റെ സാമ്പത്തിക മുൻഗണനകൾ എവിടെയാണ് എന്ന്. അപ്പോ വരുന്ന ആഴ്ചകൾ വളരെ നിർണായകമാണ്. ഒരു ടൈം ലൈൻ പോലെ നമുക്ക് നോക്കാം. ജനുവരി 29-ന് ബഡ്ജറ്റ് വരുന്നു. ആ ബഡ്ജറ്റിൽ എന്തുണ്ടാവും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. അനുകൂലമായില്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സമരം ആളിക്കത്തിക്കാനാണ് യൂണിയനുകളുടെ പ്ലാൻ. കാര്യങ്ങൾ കൈവിട്ടുപോകുമോ എന്ന പേടിയില്ലാതിലല്ല. കാരണം യൂണിയനുകൾ പ്ലാൻ ചെയ്യുന്നത് ചെറിയ കളികളല്ല. സെക്രട്ടേറിയറ്റ് വളയുന്നതടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾക്കാണ് അവർ ഒരുങ്ങുന്നത്. ബഡ്ജറ്റിന് തൊട്ടുമുമ്പ് സർക്കാരിനൊരു അവസാന താക്കീത് പോലെയാണത്. അപ്പോ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരേയൊരു ചോദ്യം: ഇനി എന്ത് സംഭവിക്കും? ഈ പ്രതിസന്ധി എങ്ങോട്ടു പോകും? നമ്മള് തുടങ്ങിയത് സമരതിരമാല എന്ന വാക്കിൽ നിന്നാണല്ലോ. പക്ഷെ ഇപ്പോ എല്ലാവരും ചോദിക്കുന്നത് ഇതാണ്: ഈ തിരമാല ഒരു സുനാമിയായി മാറുമോ? സർക്കാരിന് പിടിച്ചാൽ കിട്ടാത്ത ഒരു ശക്തിയായി ഈ പ്രതിഷേധം വളരുമോ? അപ്പോൾ കേരളം എന്തിനാണ് കാത്തിരിക്കുന്നത്? വരാൻ പോകുന്ന ബഡ്ജറ്റ് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കൊണ്ടുവരുമോ? അതോ നിലവിലുള്ള പ്രതിസന്ധിയെ ഒന്നുകൂടി വഷളാക്കുമോ? കാത്തിരുന്ന് കാണാം.